ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏസ്റ്റിവേഷനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ് കണ്ടീഷനിൽ എന്താണ് തലാമസിൽ എങ്ങനെയാണ് നമ്മുടെ സെപ്പൽസും പെറ്റൽസും അറേഞ്ച് ചെയ്ത് ബഡ് കണ്ടീഷനിൽ എങ്ങനെയാണ് നമ്മുടെ സെപ്പൽസും പെറ്റൽസും തലാമസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണെന്ത് ഏസ്റ്റിവേഷൻ എന്നുള്ളത്. നമുക്ക് പലതരത്തിലുള്ള ഏസ്റ്റിവേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഏസ്റ്റിവേഷനും നോക്കാം. ആദ്യത്തെയാണ് എന്ത് വാൾവൈറ്റ് ഏസ്റ്റിവേഷൻ. വാൾവൈറ്റ് ഏസ്റ്റിവേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെപ്പൽസും പെറ്റൽസും എന്താണ് ജസ്റ്റ് തൊട്ടില്ല, ജസ്റ്റ് ഇൻ ടച്ച് ഇൻ വിത്ത് ആണ്. എന്താണ് ഓവർലാപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഉള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഏസ്റ്റിവേഷനെയാണ് നമ്മൾ വാൾവൈറ്റ് ഏസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എന്ത് മൈമോസ. ഇനി നമ്മൾ ജസ്റ്റ് ചിലപ്പോൾ നമ്മൾ അനോണേസിയ ഫാമിലീൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മൾ അതിൻ്റെ ഏസ്റ്റിവേഷൻ്റെ പേര് മാത്രമേ പറയുള്ളൂ. അത് എന്ത് ഏസ്റ്റിവേഷൻ ആണ്, എങ്ങനെയാണ്, അത് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് വാൾവൈറ്റ് ഏസ്റ്റിവേഷൻ അല്ലെങ്കിൽ ഇംബ്രിക്കേറ്റ് ഏസ്റ്റിവേഷൻ അങ്ങനെ പറയുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ചില സമയത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഏസ്റ്റിവേഷൻ ചില സമയത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റൻ്റ് പെറ്റൽസ് അല്ലെങ്കിൽ സെപ്പൽസ് എന്താണ് ജസ്റ്റ് ഇൻ ടച്ച് വിത്ത് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഏസ്റ്റിവേഷനെ പറയുന്ന പേരാണ് എന്ത് വാൾവൈറ്റ്. അവിടെ എന്താണ് ഓവർലാപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഫിഗർ നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഏസ്റ്റിവേഷനെയാണ് നമ്മൾ വാൾവൈറ്റ് ഏസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ് തൊട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ആ ഒരു പെറ്റൽസും സെപ്പൽസും അങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് പറയും, വാൾവൈറ്റ് ഏസ്റ്റിവേഷൻ എന്ന് പറയും. ജസ്റ്റ് ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്, നിങ്ങൾ ഇതുപോലെ വരയ്ക്കാം. നമ്മൾ ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ പെറ്റൽസ് ഇങ്ങനെയാണ് വരയ്ക്കാം. കാലിക്സ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ ഡീപ്പൺ ചെയ്തിട്ട് വരയ്ക്കും. അങ്ങനെയൊക്കെ നമ്മൾ കാലിക്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് വാൾവൈറ്റ്. ജസ്റ്റ് ടച്ച് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ജസ്റ്റ് ടച്ച് വിത്ത് വൺ അനദർ, ഒന്ന് മറ്റൊന്നിനെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വാൾവൈറ്റ് എന്നാണ് പറയാം. മൈമോസയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാൾവൈറ്റ് ഇൻഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പെറ്റൽസിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾ നമ്മൾ ഡെറ്റൂറ, ഐപ്പോമിയൊക്കെ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ഫിഗർ, സെക്കൻഡ് ഫിഗർ നോക്കുകയാണെങ്കിൽ വാൾവൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ഈ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു മടങ്ങിയ രീതിയിൽ മാർജിൻസിൻ്റെ അവിടെ പെറ്റൽസ് അല്ലെങ്കിൽ സെപ്പൽസ് എന്താണ് ഉള്ളോട്ട് മടങ്ങിയിട്ടുള്ള രീതിയിലുള്ള അങ്ങനത്തേനെയാണ് നമ്മൾ വാൾവൈറ്റ് ഇൻഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാം. അതാണ് അടുത്തൊരു ഏസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഏസ്റ്റിവേഷൻ എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് ആണ്. കണ്ടോർട്ടഡ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് എന്ന് പറയുന്നത് സെപ്പൽസും പെറ്റൽസും എന്താണ് റെഗുലർ ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് എന്തുണ്ടാവുക, പെറ്റൽസും സെപ്പൽസും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് മറ്റൊന്നിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക. അതായത് അടുത്തത് ഒന്ന് മറ്റൊന്നിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ ഫിഗറിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ടായിരിക്കും ആ ഒരു അറേഞ്ച്മെൻറ്റിന്. അലമാൻഡ, പ്ലൂമേറിയ, ഹിബിസ്കസ് ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. നമ്മൾ ഫിഗറിലേക്ക് നോക്കാം. ഇപ്പം ഈ ഒരു പെറ്റലിന് എന്താണ്, ഈ പെറ്റലിനെ ഓവർലാപ്പ് ചെയ്തോട്ട് അടുത്ത പെറ്റൽ, അതിനെ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും മറ്റേ പെറ്റൽ ഉണ്ടാവുക, അതിനെ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും അടുത്തതുണ്ടാവുക, അതിനെ ഓവർലാപ്പ് ചെയ്തിട്ടാവും അടുത്തതുണ്ടാവുക. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് വരുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഏസ്റ്റിവേഷനാണ് നമ്മൾ ട്വിസ്റ്റഡ് ഏസ്റ്റിവേഷൻ എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിലെന്താണ്, ഒരെണ്ണം പുറത്തും ഒരെണ്ണം അകത്തുമാണ്. എല്ലാ പെറ്റൽസും എല്ലാ സെപ്പൽസും എങ്ങനെയായിരിക്കും, ഒരു ഭാഗം ഉള്ളിലും ഒരു ഭാഗം പുറത്തുമായിരിക്കും. ഓക്കെ, ഹിബിസ്കസിൻ്റെ ബഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവും കേട്ടോ.
ഹിബിസ്കസിൻ്റെ മാത്രമല്ല നമ്മൾ പ്ലുമേറിയൻ്റെയോ അല്ലെങ്കിൽ അലമാൻഡാൻ്റെ ഫ്ലവർ എടുത്താലും നമുക്ക് കറക്റ്റ് ആ ഒരു ട്വിസ്റ്റഡ് ഏസ്റ്റിവേഷൻ കാണാനായിട്ട് പറ്റും. ബഡ്സിലാണ് കൂടുതലായിട്ട് എന്താ ഏസ്റ്റിവേഷൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റാം. ഓക്കെ, ബഡ് കണ്ടീഷനിലാണ് അത് ക്ലിയർ ആയിട്ട് വിസിബിൾ ആവുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്താ ഇംബ്രിക്കേറ്റ്. ഇംബ്രിക്കേറ്റ് എന്ന് പറയുന്നതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സെപ്പല് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സെപ്പല് അല്ലെങ്കിൽ പെറ്റൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തും ഒരു സെപ്പല് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലും വരുന്നത്, അതുപോലെ തന്നെ ബാക്കിയുള്ളത് പകുതി ഉള്ളിലും പകുതി പുറത്തും, അങ്ങനെയുള്ള ഏസ്റ്റുവേഷനാണ് എന്ത് ഇംബ്രിക്കേറ്റ് എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡിസെൻഡിലി ഇംബ്രിക്കേറ്റും അസെൻഡിലി ഇംബ്രിക്കേറ്റും. ഡിസെൻഡിലി ഇംബ്രിക്കേറ്റിന് മറ്റൊരു പേരാണ് വെക്സിലറി എന്നുള്ളത്. അത് പാപ്പിലോണേഷ്യസ് ആയിട്ടുള്ള കൊറോളയിലാണ് കാണാറ്, അതായത് നമ്മൾ ഫാബേസിയയിലൊക്കെയാണ് ഇത് കാണുന്നത്. ഇതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പോസ്റ്റീരിയർ പെറ്റലിനെ നമ്മൾ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്നാണ് പറയാം, ആൻറ്റീരിയർ പെറ്റലിനെ കീൽ പെറ്റൽ എന്നാണ് പറയുന്നത്. അതിൽ പോസ്റ്റീരിയർ ആയിട്ടുള്ള പെറ്റൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത്, അതായത് പോസ്റ്റീരിയർ പോസ്റ്റ് ഔട്ടാണ്, ഫാബേസിയൽ പോസ്റ്റ് ഔട്ടാണ്. ഓക്കെ, അങ്ങനെ ആലോചിക്കാം. ഫാബേസിയൽ പോസ്റ്റ് ഔട്ടാണ്, ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് അസെൻഡിങ്ങിലി വരുന്നത്. ഫാബേസിയൽ, അതായത് ഫാബേസിയൽ ഏതാണെന്ന് ആലോചിക്കണം, വെക്സിലറി അല്ലെങ്കിൽ ഡിസെൻഡിങ്ങിലി ഇംബ്രിക്കേറ്റ് ആണ് ഫാബേസിയൽ ഏസ്റ്റുവേഷൻ എന്ന് പറയുന്നത്. ഫാബേസിയൽ പോസ്റ്റ് ഔട്ടാണെന്ന് ആലോചിക്കാം, അതായത് പോസ്റ്റീരിയർ ആയിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് പെറ്റൽ പുറത്തും അതുപോലെ തന്നെ ആൻറ്റീരിയർ ആയിട്ടുള്ള പെറ്റൽ അതിൽ, അതായത് ഒരു കീൽ പെറ്റൽ രണ്ട് കീൽ പെറ്റൽ ഉണ്ട്, അതിൽ ഒരു കീൽ പെറ്റൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലാണ് ഉണ്ടാവുക. ഓക്കെ, അസെൻഡിങ്ങിലെ ഇംബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സെസാൽപിനേസിയയിലാണ് കാണുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പോസ്റ്റീരിയർ പെറ്റൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തായിരിക്കും, ആൻറ്റീരിയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പോസ്റ്റീരിയർ പെറ്റൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലായിരിക്കും. സെസാൽപിനേസിയയിലൊക്കെ എങ്ങനെയാണ് പോസ്റ്റീരിയർ പെറ്റൽ കംപ്ലീറ്റ് ആയിട്ട് പോസ്റ്റീരിയർ പെറ്റൽ കംപ്ലീറ്റ് ആയിട്ട് എന്തായിരിക്കും ഉള്ളിലായിരിക്കും, ആൻറ്റീരിയർ പെറ്റൽ കംപ്ലീറ്റ് ആയിട്ട് എന്തായിരിക്കും പുറത്തായിരിക്കും. നമ്മൾ പറയുമ്പോൾ നോക്കാം, നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഫാബ് പോസ്റ്റ് ഔട്ടാണ്, ഫാബ് പോസ്റ്റ് ഔട്ടാണെന്ന് ആലോചിക്കാം. നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഫാബ് പോസ്റ്റ് ഔട്ടാണെന്ന് ആലോചിക്കുക, അതായത് ഫാബേസിയൽ പോസ്റ്റീരിയർ ഔട്ട്സൈഡ് ആണ്, കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ്. ബാക്കിയുള്ളത് നമുക്ക് എഴുതാമല്ലോ, പോസ്റ്റീരിയർ ഔട്ട്സൈഡ്, ആൻറ്റീരിയർ ഇൻസൈഡ്, കംപ്ലീറ്റ്ലി ഇൻസൈഡ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെസാൽപിനേസിയ അല്ലെങ്കിൽ അസെൻഡിങ്ങിൽ ഇംബ്രിക്കേറ്റിൽ വരാം. ഓക്കെ, അങ്ങനെയാണ് എന്ത് ഇംബ്രിക്കേറ്റ് ഏസ്റ്റിവേഷൻ, അതായത് എന്താണ് ഒന്ന് കംപ്ലീറ്റ്ലി പുറത്തും ഒന്ന് കംപ്ലീറ്റ്ലി ഉള്ളിലും ബാക്കി എന്താണ് പാർട്ട്ലി ഔട്ടും പാർട്ട്ലി ഇൻസൈഡും ആയിട്ടുള്ളതാണ് എന്ത് ഇംബ്രിക്കേറ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലും ഇംബ്രിക്കേറ്റ് നോക്കി. അപ്പോൾ അസെൻഡിങ്ങിലും ഇംബ്രിക്കേറ്റിൽ എന്താ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത്, അതായത് നമുക്ക് ആദ്യം ഡിസെൻഡിങ്ങിലെ ഇംബ്രിക്കേറ്റ് നോക്കാം. ഡിസെൻഡിങ്ങിലെ ഇംബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാബേസിയൻ്റെ വെക്സിലറി ഏസ്റ്റിവേഷൻ. അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ എന്താ പറഞ്ഞത്, അതിൻ്റെ പോസ്റ്റ് ഔട്ടാണ്, ഫാബിൽ പോസ്റ്റ് ഔട്ടാണ്. അപ്പോൾ പോസ്റ്റീരിയർ ആയിട്ടുള്ള പെറ്റൽ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് പുറത്താണുള്ളത്, ആൻറ്റീരിയർ ആയിട്ടുള്ള പെറ്റൽ എന്താണ് ഉള്ളിലാണുള്ളത്. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്, അതായത് നമ്മുടെ കീൽ പെറ്റൽസ് രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ഇത് രണ്ട് പെറ്റൽസ് ഇങ്ങനെ ഫ്യൂസ് ചെയ്തിട്ടുള്ള രീതിയിൽ. ഓക്കെ, അതുകൊണ്ടാണ് ആൻറ്റീരിയർ കംപ്ലീറ്റ്ലി എന്താണ് ആൻറ്റീരിയർ പെറ്റൽ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലായിരിക്കും, ബാക്കി എന്താണ് പകുതി പുറത്തും പകുതി ഉള്ളിലുമാണ് കാണുന്നത്. ഓക്കെ, അതാണ് എന്ത് ഡിസെൻഡിങ്ങിലെ ഇംബ്രിക്കേറ്റ് എന്ന് പറയുന്നത്. അസെൻഡിങ്ങിലെ ഇംബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ ഫാബ് പോസ്റ്റ് ഔട്ടാണ്, അങ്ങനെയാണെങ്കിൽ ഇതിൽ പോസ്റ്റ് ഇൻറ്റീരിയർ ഉള്ളിലേക്കായിരിക്കും, പോസ്റ്റീരിയർ സെപ്പൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലായിരിക്കും, ആൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് പുറത്തായിരിക്കും, ബാക്കി എന്താണ് പാർട്ട്ലി ഔട്ട്സൈഡും പാർട്ട്ലി ഇൻസൈഡും ആയിരിക്കും. അതാണ് അസെൻഡിങ്ങിലെ ഇംബ്രിക്കേറ്റ്. ഇനി അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ് ക്വിൻക്വിൻഷ്യലാണ്. ക്വിൻക്വിൻഷ്യലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 5 യൂണിറ്റ്സിൽ, അതായത് സെപ്പൽസ് അല്ലെങ്കിൽ പെറ്റൽസിൻ്റെ 5 യൂണിറ്റ്സിൽ 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലും 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തും, ബാക്കിയുള്ള ഒരെണ്ണം
പകുതി ഉള്ളിലും പകുതി പുറത്തും. അതാണ് ക്വിൻക്വിൻഷ്യൽ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ. രണ്ടെണ്ണം കംപ്ലീറ്റ്ലി പുറത്ത്. ഇത് പുറത്താണ് കംപ്ലീറ്റ്, ഇത് പുറത്താണ് കംപ്ലീറ്റ്ലി. ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടെണ്ണം കംപ്ലീറ്റ്ലി ഉള്ളിലാണ്. ഈ ഒരാൾ എന്താണ്, പകുതി പുറത്തും പകുതി അകത്തുമാണ്. അതാണ് ക്വിൻക്വിൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻഡ്യൂപ്ലിക്കേറ്റ് കൺവല്യൂട്ട് ആണ്. അത് ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞത് ട്വിസ്റ്റഡിന്റെയും അതുപോലെ തന്നെ ഇൻഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പിന്റെയും കോമ്പിനേഷൻ ആണ് ഈ ഒരു ഇൻഡ്യൂപ്ലിക്കേറ്റ് കൺവല്യൂട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എന്താണ് കൺവോൾവുലസിലും അതുപോലെ തന്നെ ഹൈപ്പോമിയയിലും ആണ് ഈ ഒരു എസ്റ്റിവേഷൻ കാണുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊറോള എന്ന് പറയുന്നത് ഗാമോപെറ്റാലസ് ആയിരിക്കും, റെഗുലർ ആയിരിക്കും. അത് ഒരു നാരോ ട്യൂബുലർ ആയിട്ടുള്ള ഭാഗം ഉണ്ടായിരിക്കും താഴെ. പിന്നെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സർക്കുലർ ആയിട്ടുള്ള അപ്പർ പോർഷൻ ഉണ്ടായിരിക്കും. ഈ അപ്പർ പോർഷനിൽ ഒരു 5 ലോങ് ആയിട്ടുള്ള ട്രയാങ്കുലർ ആയിട്ടുള്ള ഔട്ട്വേർഡ് റേഡിയേറ്റിംഗ് ആയിട്ടുള്ള വൈറ്റിഷ് പോർഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊറോള എന്ന് പറയുന്നത് കുറച്ച് തിക്കൻഡ് ആയിട്ട്, വെരി തിക്കൻഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങൾ തിന്നും ഡെലിക്കേറ്റും ആയിരിക്കും. അങ്ങനെയുള്ള അപ്പോൾ ബഡ് കണ്ടീഷനിൽ ഈ തിന്നായിട്ടുള്ള പോർഷൻസ് ഒക്കെ ഫോൾഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക, ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടായിരിക്കും ഈ കൊറോളയിൽ കാണുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്തായിരിക്കും, കൊറോള ട്വിസ്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. തിക്കൻഡ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, എക്സ്പോസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇത് ആ ഒരു ബഡിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആക്ച്വലി. അപ്പൊ നമ്മൾ ആ ഒരു ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ട്വിസ്റ്റഡ് കണ്ടീഷൻ ആണ്, പക്ഷെ എന്താണ് ഒരു ഫ്യൂസ് ചെയ്ത പോലെ അല്ലേ. തിന്നായിട്ടുള്ള ഭാഗങ്ങൾ എന്താണ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എന്താണ് ട്വിസ്റ്റഡ് പാറ്റേൺ ഒക്കെ തന്നെയാണ്, പക്ഷെ എന്താണ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പൊ അത്രയാണ് ഇതില്. ഇൻഡ്യൂപ്ലിക്കേറ്റ് കൺവല്യൂട്ടിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. വാൾവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിഗേറ്റ് ആൻഡ് ക്വിൻക്വിൻഷ്യലിനാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാൾവേറ്റ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരയ്ക്കുക, ജസ്റ്റ് ടച്ചിങ് ആയിട്ട്. നമ്മുടെ സെപ്പൽ സെല്ലിന്റെ പെറ്റൽസ് എങ്ങനെയായിരിക്കും, ജസ്റ്റ് ഇൻ ടച്ച് വിത്ത് ആയിരിക്കും സെപ്പൽസും പെറ്റൽസും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. എന്താണ് ഓവർലാപ്പിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് വാൾവേറ്റ്. ഇനി ട്വിസ്റ്റഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ഒരെണ്ണത്തിനെ കവർ ചെയ്ത് ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും അടുത്തത് ഉണ്ടാവുക. അതിനെ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും അടുത്തത് ഉണ്ടാവുക. അതിനെ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും അടുത്തത് ഉണ്ടാവുക. അതിനെ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും അടുത്തൊരെണ്ണം ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട്, ഫോണിൽ വരയ്ക്കുന്നതുകൊണ്ട് കുറച്ച് പാടായിരിക്കും വരയ്ക്കാൻ. പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഈ ഫിഗർ പഠിക്കുക കേട്ടോ, ഇങ്ങനെ വരയ്ക്കാനായിട്ട് പഠിക്കാം. അപ്പോൾ വരച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതൊന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി ഇംബ്രിക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത, ഒരെണ്ണം കംപ്ലീറ്റ് പുറത്തായിരിക്കും, ഒരെണ്ണം കംപ്ലീറ്റ് ഉള്ളിലായിരിക്കും, മറ്റേത് എന്താണ് പാർട്ട്ലി പുറത്തും പാർട്ട്ലി അകത്തുമായിരിക്കും ബാക്കിയുള്ളത്. ഓക്കെ, ഈ ഒരു പോർഷൻ ഇത് പാർട്ട്ലി എന്താണ് അകത്തും പുറത്തും ആയിരിക്കും. ഇത് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒന്ന് ഫ്യൂസ് ചെയ്തിട്ട് മറ്റൊന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ബട്ടർഫ്ലൈ പാപ്പിലോണേഷ്യസിലാണത് കാണാറ്. ഇപ്പോൾ അസെൻഡിങ്ങിൽ ഇംബ്രിക്കേറ്റ് ആണെങ്കിൽ ഒന്ന് കംപ്ലീറ്റ്ലി പോസ്റ്റീരിയറിൽ എന്താണ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആയിരിക്കും, പിന്നെ പാർട്ട്ലി ഇൻ പാർട്ട്ലി ഔട്ട്, പിന്നെ ആൻറ്റീരിയറിൽ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ ഒരു കേസ്. പിന്നെ നമ്മൾ ക്വിൻക്വിൻഷ്യൽ പറഞ്ഞു. ക്വിൻക്വിൻഷ്യലിന്റെ പ്രത്യേകത എന്താണ്, രണ്ടെണ്ണം കംപ്ലീറ്റ്ലി പുറത്തായിരിക്കും ഉണ്ടാവുക, രണ്ടെണ്ണം കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആയിരിക്കും, ഒരെണ്ണം പാർട്ട്ലി ഇൻസൈഡും പാർട്ട്ലി ഔട്ട്സൈഡും ആയിരിക്കും. അങ്ങനെയുള്ളതാണ് ക്വിൻക്വിൻഷ്യൽ. അപ്പൊ എത്രയാണ് എന്ത് എസ്റ്റിവേഷൻ ഉള്ളത്, അതായത് പെറ്റൽസും സെപ്പൽസും നമ്മുടെ തലാമസിൽ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് എസ്റ്റിവേഷൻ. അത് പല ടൈപ്പ് ഉണ്ട്.
ഓരോന്നിൻ്റെ ഫിഗർ വരയ്ക്കാനും അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.